നമസ്കാരം. പ്രധാന വാർത്തകൾ. കടമ്പഴിപ്പുറത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ കള്ളപ്രചാരണവും ഫോം വിതരണം നടത്തി വോട്ട് തട്ടാൻ CPM ശ്രമമെന്ന് BJP. ഇതിനെതിരെ പരാതി നൽകുമെന്ന് നേതാക്കൾ. BJP ആരോപണം തള്ളി CPM. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജനോപകാരപ്രദമായ പദ്ധതികളിലെ അസ്വസ്ഥതയാണ് ആരോപണത്തിന് പിന്നിലെന്നും CPM നേതാക്കൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ അതിന് ശക്തിയുള്ളൂ എന്നും KPCC പ്രസിഡന്റ്. പെരിന്തൽമണ്ണ നഗരസഭ 33-ാം വാർഡിൽ ഇത്തവണ സ്മൃതിമാരുടെ മത്സരം. UDF-നും LDF-നും വേണ്ടി വാർഡിൽ മത്സരിക്കുന്നത് ഒരേ പേരിലുള്ള സ്ഥാനാർത്ഥികൾ. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം. പട്ടാമ്പിയിൽ BSNL ഓഫീസിലേക്ക് CITU മാർച്ച്. തൊഴിലാളി കർഷക ദ്രോഹ ലേബർ കോഡുകളാണ് നടപ്പാക്കിയതെന്ന് നേതാക്കൾ. പട്ടാമ്പി ടൗൺ നവീകരണം പ്രവൃത്തികൾ പുനരാരംഭിച്ചു. മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയാണ് പ്രവൃത്തികൾ. 1 മാസത്തിനകം മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. കടമ്പഴിപ്പുറത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ കള്ളപ്രചാരണവും ഫോം വിതരണവും നടത്തി വോട്ട് തട്ടാൻ CPM ശ്രമമെന്ന് BJP. ഇതിനെതിരെ പരാതി നൽകുമെന്ന് നേതാക്കൾ. BJP ആരോപണം തള്ളി CPM. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജനോപകാരപ്രദമായ പദ്ധതികളിലെ അസ്വസ്ഥതയാണ് ആരോപണത്തിന് പിന്നിലെന്നും CPM നേതാക്കൾ. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി CPM-ന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ വീടുകളിൽ നേരിട്ടെത്തി അവരുടെ ആധാർ നമ്പർ അടക്കം എഴുതി വാങ്ങി പ്രതിമാസം 1000 രൂപ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വോട്ട് തട്ടാൻ ശ്രമം നടക്കുന്നെന്ന ആരോപണവുമായാണ് BJP രംഗത്ത് വന്നിട്ടുള്ളത്. CPIM പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥികളും വീടുകൾ കയറിയിറങ്ങി ഫോമുകൾ വിതരണം ചെയ്യുന്നുവെന്നും വാർഡ് കൺവെൻഷനുകളിൽ പ്രതിമാസം നൽകുന്ന 2000 രൂപ പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് ആളുകളെ പങ്കെടുപ്പിച്ചെന്നുമാണ് ആരോപണം. ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും വ്യാജ പദ്ധതി പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചവർക്കെതിരെ പരാതി നൽകുമെന്നും BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന രീതിയിലുള്ള ഒരു ഫോം വീടുകളിലേക്ക് വിതരണം ചെയ്യുകയാണ്. പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ആ പദ്ധതിയിൽ നിങ്ങൾ അംഗങ്ങളാവണം എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും വ്യാപകമായ രീതിയിൽ വീട്ടിൽ കയറി സ്ത്രീകളോട് ഈ ഫോം കൊടുത്ത് അവരുടെ ആധാർ കാർഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ ചോദിച്ച് മേടിക്കുന്ന ഒരു സംവിധാനം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പഴിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളുമായി സംസാരിച്ച സമയത്ത് കടമ്പഴിപ്പുറം പഞ്ചായത്തിന് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല എന്നറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ കബളിപ്പിക്കുന്ന വേണ്ടിയുള്ള പരിപാടിയുമായിട്ടാണ് CPM-ന്റെ പ്രാദേശിക നേതൃത്വം കടമ്പഴിപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയ ഭീതി മണത്തുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കുവാൻ വേണ്ടി കളവ് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനോപകാരപ്രദമായ ഇടപെടലുകൾ രാഷ്ട്രീയ എതിരാളികളെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്നും 2025 ഒക്ടോബർ 29-ന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് ഉത്തരവായ പദ്ധതിയെ ചുറ്റിപ്പറ്റിയാണ് ആക്ഷേപങ്ങൾ ഉടലെടുക്കുന്നതെന്നും പരാതി നൽകുകയാണെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെയോ സർക്കാരിനെതിരെയോ നൽകണമെന്നും CPM ഏരിയ കമ്മിറ്റി അംഗം K രാമചന്ദ്രൻ പറഞ്ഞു. 9 വർഷമായി പെൻഷൻ വിതരണം ബാങ്ക് ഏജന്റ് അതാത് വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. വാർഡ് കൺവെൻഷനുകളിൽ ആളെ കൂട്ടാൻ ഇത്തരം തറവേലകൾ ഇറക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഡ് കൺവെൻഷനിലേക്ക് ആളെ കൂട്ടുന്നത് പെൻഷൻ അവിടെ വെച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊരു ആക്ഷേപവും ഇവർ ഉന്നയിക്കേണ്ടത്. വാസ്തവത്തിൽ പെൻഷൻ വിതരണം അതാത് വീടുകളിലാണ് ബാങ്ക് തീരുമാനിക്കുന്ന ഏജന്റാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് 9 കൊല്ലമായി നടന്നു വരുന്ന പ്രക്രിയ സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആളെ കൂട്ടാൻ ഇത്തരം തറവേലകളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ സ്ഥിരമായ പ്രവർത്തനമാണ്. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഒരുമിച്ച് വിളിച്ചു ചേർക്കുകയും അവരോട് രാഷ്ട്രീയം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും കാലം തുടർന്നു പോരുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ ബേജാറായിട്ട് യാതൊരു കാര്യമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ അതിന് ശക്തിയുള്ളൂ എന്നും KPCC പ്രസിഡന്റ്. വെട്ടത്തൂരിലെ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന KK കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിലാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കെട്ടിടം വെട്ടത്തൂർ കവലയിൽ ആരംഭിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് മുറി AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല.
അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ കൂടി പിന്തുണയിലാണ് തമിഴ്നാട്ടിലും രാജസ്ഥാനിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓരോ എംപിമാരുണ്ടായത്. നമ്മുടെ AK ബാലൻ എന്ന് പറഞ്ഞു, ഈ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം നമുക്ക് ലഭിക്കില്ല. കഷ്ടിച്ച് ഒരു രാധാകൃഷ്ണൻ കേരളത്തിൽ നിന്ന് MP-ആയി ജയിച്ചില്ല എങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം നിലനിർത്താൻ കഴിയില്ല. നമുക്ക് ലഭിക്കാൻ പോകുന്ന ചിഹ്നം ഈനാം പേച്ചിയും മരപ്പെട്ടിയുമായിരിക്കും എന്ന് പറഞ്ഞത് കോൺഗ്രസുകാരല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയുണ്ട് ശക്തി? BJP എതിർക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് രാഷ്ട്രീയ സ്വാധീനം? അത് കോൺഗ്രസിന് മാത്രമാണ് സാധിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് KV ഹമീദ് അധ്യക്ഷനായി. നജീബ് കാന്തപുരം MLA, UDF കൺവീനർ EK ഹംസ ഹാജി, DCC പ്രസിഡന്റ് VS ജോയി, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, KPCC ജനറൽ സെക്രട്ടറി VT അജയ് മോഹൻ, KPCC അംഗം C സേതുമാധവൻ, DCC സെക്രട്ടറിമാരായ CK ഹാരിസ്, C സുകുമാരൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, പുഞ്ചിരി മജീദ്, അറഞ്ഞിക്കൽ ആനന്ദൻ, അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭ 33-ാം വാർഡിൽ ഇത്തവണ സ്മൃതിമാരുടെ മത്സരം. UDF-നും LDF-നും വേണ്ടി വാർഡിൽ മത്സരിക്കുന്നത് ഒരേ പേരിലുള്ള സ്ഥാനാർത്ഥികൾ. പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിൽ ഇരു മുന്നണികളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് ഒന്നാണ്. LDF സ്ഥാനാർത്ഥി സ്മൃതി പത്തത്ത്, UDF സ്ഥാനാർത്ഥി സ്മൃതി കോലോത്ത്. പത്തത്ത് സ്മൃതി രാജേഷ് CPM-ന് വേണ്ടി അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്നു. സ്മൃതി കോലോത്ത് മുസ്ലിം ലീഗിനു വേണ്ടി കോണി ചിഹ്നത്തിലും മത്സരിക്കുന്നു. രണ്ടുപേരുടെയും കന്നി അംഗം ആണിത്. പേരിലും ഞങ്ങളങ്ങനെ കാര്യമാക്കിയിട്ടില്ല. ഞങ്ങൾ ചിഹ്നം നോക്കി ചെയ്യാനാണ് എല്ലാവരോടും പറയാറ്. ചിഹ്നത്തിലാണ് ഞങ്ങൾ അധികം കൊടുക്കുന്നത്. ഇല്ല, പേരിൽ വലിയ കാര്യമില്ല. ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പിന്നെ ചിഹ്നം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സ്മൃതി എന്നൊരാൾ വാർഡിലുള്ള കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോഴാണ് തൻ്റെ എതിരാളി സ്മൃതി കോലാത്താണെന്ന് അറിയുന്നതെന്നും സ്മൃതി പത്തത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് മറ്റേ സ്മൃതിനെ അറിയുള്ളൂ, അല്ലാണ്ട് അറിയില്ല. എന്നാൽ സ്മൃതി പത്തത്തിനെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നും തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി വരുമെന്ന് അറിയില്ലായിരുന്നുവെന്നും സ്മൃതി കോലോത്ത് പറഞ്ഞു. സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാതർമുല്ല സ്കൂളിൽ പോകണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അറിയാം. രണ്ട് സ്മൃതിമാരും വാർഡിൽ പ്രവർത്തകരോടൊപ്പം സജീവമായ പ്രചരണത്തിലാണ്. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സുകളും വാർഡിൽ നിറഞ്ഞു കഴിഞ്ഞു. മുമ്പ് UDF-ഉം LDF-ഉം വിജയിച്ച വാർഡാണിത്. ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ കൂടെ സദാസമയം ഞാൻ ഇപ്പോഴും ഉണ്ടാവും. എന്നെക്കൊണ്ട് കഴിയുന്നത് എന്ത് വികസനവും ഞാൻ ഇവിടെ ചെയ്യും. മുൻ കൗൺസിലറെ നമ്മുടെ വാർഡിൽ നടത്തിയ വികസനത്തിനനുസരിച്ച് നമ്മളെയും ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ ആ വ്യക്തിനെ നോക്കിയിട്ടായിരിക്കും വോട്ട് നൽകാൻ ശ്രമിക്കുന്നുണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. ഏത് സ്മൃതിയെ ജയിപ്പിക്കണമെന്നത് വാർഡിലെ വോട്ടർമാർ തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം. പട്ടാമ്പിയിൽ BSNL ഓഫീസിലേക്ക് CITU മാർച്ച്. തൊഴിലാളി കർഷകദ്രോഹ ലേബർ കോഡുകളാണ് നടപ്പാക്കിയതെന്ന് നേതാക്കൾ. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. M രാമചന്ദ്രൻ അധ്യക്ഷനായി. C മുകേഷ്, ഗിരീഷ്, T ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിൽ 4 ലേബർ കോഡുകളും കത്തിച്ച് പ്രതിഷേധിച്ചു. ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്, അതിൻ്റെ ചട്ടങ്ങൾ പുറത്തിറക്കാൻ തൊഴിലാളി പ്രക്ഷോഭത്തെ തുടർന്ന് മടി കാണിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഇവിടെ MRC സൂചിപ്പിച്ച പോലെ എന്ത് തെമ്മാടിത്തം ചെയ്താലും ജനാധിപത്യം അട്ടിമറിയിലൂടെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ. മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJPക്കും മുന്നണിക്കും അധികാരത്തിൽ വരാൻ കഴിഞ്ഞതോടുകൂടി തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ലേബർ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം, നൂറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു.
ഇന്ത്യയിലെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന നിലപാടായിരുന്നു. കൊടും ചൂഷണം, രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ കെട്ടഴിച്ചു വിട്ട ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്. ആ കാലത്താണ് 1926 തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഫാക്ടറി ആക്ട്, കോമ്പൻസേഷൻ ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട്, ഇങ്ങനെ നിരവധി തൊഴിൽ നിയമങ്ങൾ, ഞാൻ വിശദീകരിക്കുന്നില്ല, 29ഓളം തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തു. ആ നിയമങ്ങളെ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ട് 4 കോഡുകളാക്കി തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വല്ലപ്പുഴ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് 59 സ്ഥാനാർത്ഥികൾ. 11 വാർഡിൽ NDAയും 5 വാർഡിൽ SDPIയും മത്സരിക്കുന്നു. 19 വാർഡുകളുള്ള വല്ലപ്പുഴ പഞ്ചായത്തിൽ 59 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സ്വതന്ത്രരടക്കം LDFും UDFും മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള NDA 11 വാർഡുകളിലും SDPI 5 വാർഡുകളിലും മത്സരിക്കുന്നുണ്ട്. അപരന്മാരടക്കം 5 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. നിലവിൽ LDFാണ് പഞ്ചായത്ത് ഭരണം നടത്തിയിരുന്നത്. LDFിന് 11 വാർഡും UDFിന് 3 വാർഡും BJP, SDPI എന്നിവയ്ക്ക് ഓരോ വാർഡുമാണ് ഉണ്ടായിരുന്നത്. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും കടുത്ത പോരാട്ടത്തിലാണ്. നില മെച്ചപ്പെടുത്താനാണ് BJPയുടെയും SDPIയുടെയും ശ്രമം. നിലവിലെ ഭരണസമിതിയിൽ UDF അംഗമായ ബിന്ദു സന്തോഷ് മാത്രമാണ് വീണ്ടും മത്സരരംഗത്തുള്ളത്. അതേസമയം മുൻ ഭരണസമിതികളിലെ അംഗങ്ങളായിരുന്ന മണികണ്ഠൻ, ജയപ്രകാശ്, സുനീറ മുഹമ്മദ് അലി, ഷീല ബാലൻ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വല്ലപ്പുഴ ഗേറ്റ് വാർഡിലാണ്. 5 പേർ. സ്ഥാനാർത്ഥികളുടെ പ്രചരണം വാർഡിൽ പുരോഗമിക്കുകയാണ്. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ഇത്തവണ 63 പേർ മത്സരരംഗത്ത്. മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞപ്പോൾ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ 63 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥികളായി പട്ടാമ്പി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് M ഖദീജ എന്നിവരും LDF സ്ഥാനാർത്ഥികളായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM വിനോദ് കുമാർ, നിലവിലെ വൈസ് പ്രസിഡന്റ് TK ഇസാഖ് എന്നിവരും മത്സരരംഗത്തുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N ഗോപകുമാർ UDFിന് വിമത ഭീഷണി ഉയർത്തി മത്സരരംഗത്തുണ്ട്. 16 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു. 1 വാർഡിൽ SDPI മത്സരിക്കുന്നുണ്ട്. അപരന്മാരടക്കം ഒരു മുന്നണിയുടെയും ഭാഗമല്ലാത്ത 8 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. 1-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, 6 പേർ. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുവാഴിയോട് മഹാത്മാ സ്കൂളിൽ വെച്ച് നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OS ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി O വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC അംഗം P സ്വാമിനാഥൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി CT ചന്ദ്രശേഖരൻ, CMP നേതാവ് C രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സർക്കാരിനൊരു പദ്ധതിയില്ല, ആ ആൾക്കാർ മുഴുവൻ നടക്കുകയാണ്. പണ്ട് STക്കാർക്ക് വേറെ ജനറൽ വേറെ എന്നുകൊണ്ട് ഭവന പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ട്. അന്ന് ഓരോ വാർഡിലും 4-5 പേർക്ക് വേണ്ടി SCയിൽ കിട്ടിയിരുന്നു. ഒരൊറ്റ ആൾക്ക് ഈ ലൈഫ് പദ്ധതി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇയാളുടെ പ്രസംഗം പഴയതെടുത്തു. പിണറായി വിജയൻ എന്താണ് ലൈഫ് പദ്ധതി പ്രഖ്യാപിക്കുക തിരുവനന്തപുരത്ത് ഭയങ്കര ജനാണ്. അപ്പോൾ ഒരു പുതിയ പദ്ധതി വരിക, കേരളത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട്, ഇത് അതിന്റെ പദ്ധതിയുടെ പേര് ലൈഫ് എന്നാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അന്നേ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. സ്വപ്ന പദ്ധതിയാണ്, അതായത് സ്വപ്നം കാണാൻ മാത്രമുള്ള പദ്ധതിയാണ്. അതോ ലൈഫ് എന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ സ്വപ്നം കാണുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ, പാവപ്പെട്ടവർ, പെൺകുട്ടികളുള്ളവർ, ഒരു സുരക്ഷിതമായ ഒരു കൂര, ഇതെത്രയാ 400-500 സ്ക്വയർ ഫീറ്റാണ്. ഈ എത്രയോ പാവപ്പെട്ട അമ്മമാർ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ നിവേദനം, ഞങ്ങളുടെ വീട് ഒളിഞ്ഞു കിടക്കുകയാണ്, മഴ പെയ്ത ഉള്ളിൽ വെള്ളമാണ്. ഞാൻ പറയുന്നില്ല, സാധാരണ കഥകളാണ് പലയിടത്തും കേൾക്കുന്നത്, കണ്ണീരാണ് കാണുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. പാലക്കാട് ജില്ലയിൽ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഈ കേന്ദ്രങ്ങളിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ ആകെ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ.
ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾക്കായി 13 കേന്ദ്രങ്ങളും മുനിസിപ്പാലിറ്റികൾക്ക് 7 കേന്ദ്രങ്ങളുമാണ് അനുവദിച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി തലത്തിൽ ഷൊർണൂർ സെന്റ് തെരേസസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഒറ്റപ്പാലം LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് മുനിസിപ്പൽ ഹാൾ, ചിറ്റൂർ അമ്പാട്ടുപാളയം തത്തമംഗലം മുനിസിപ്പൽ ഓഫീസ്, പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ, ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെയാണ് കേന്ദ്രങ്ങൾ. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തൃത്താല, കൂറ്റനാട്, വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജ്, ഒറ്റപ്പാലം NSS KPT വൊക്കേഷണൽ ഹൈസ്കൂൾ ആൻഡ് NSS BA ട്രെയിനിംഗ് കോളേജ്, ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, മണ്ണാർക്കാട് നെല്ലിപ്പുഴ ദാറുനജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ, കുഴൽമന്ദം പെരിയപാലം CA ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറ്റൂർ കൊഴിഞ്ഞാപ്പാറ നാട്ടുകൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കൊല്ലങ്കോട് BSSS HSS സ്കൂൾ, നെന്മാറ NSS കോളേജ്, മലമ്പുഴ പാലക്കാട് വിക്ടോറിയ കോളേജ്, ആലത്തൂർ ASMM HSS എന്നിങ്ങനെയാണ് കേന്ദ്രങ്ങൾ. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഈ കേന്ദ്രങ്ങളിലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മലപ്പുറത്ത് നിരീക്ഷകരുടെ യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷണം ശക്തമാക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ചുമതലയേറ്റ പൊതുനിരീക്ഷകന്റെയും ചെലവ് നിരീക്ഷകരുടെയും യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരീക്ഷകർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ചെലവുകളും നിരീക്ഷിക്കും. 6 ചെലവ് നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണം. കളക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസറാണ് ജില്ലാതല ചെലവ് നിരീക്ഷണ സംവിധാനത്തിന്റെ നോഡൽ ഓഫീസർ. ചെലവ് നിരീക്ഷണത്തിനു പുറമെ അനധികൃതവും സംശയാസ്പദവുമായ പണമിടപാടുകൾ, അനധികൃത മദ്യം, മയക്കുമരുന്ന് കടത്ത്, തെറ്റായ രീതികളിൽ വോട്ടർമാരെ സ്വാധീനിക്കൽ തുടങ്ങിയവ നിരീക്ഷിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും ചെലവുകൾ പരിമിതപ്പെടുത്തണമെന്നും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിൽ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ യഥാസമയം എഴുതി സൂക്ഷിക്കേണ്ടതും ചെലവ് നിരീക്ഷകർ ആവശ്യപ്പെടുന്ന പക്ഷം ലഭ്യമാക്കേണ്ടതുമാണ്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കായി പരമാവധി 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി 1.5 ലക്ഷം രൂപയുമാണ് ചെലവഴിക്കാവുന്നത്. സ്ഥാനാർത്ഥികൾ സൂക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം 30 ദിവസത്തിനകം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മുമ്പാകെ നിർദ്ദിഷ്ട മാതൃകയിൽ സമർപ്പിക്കണം. ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാനാർത്ഥികൾ തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യരാക്കപ്പെടും. തിരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിലും അവ യഥാസമയം കൃത്യമായ മാതൃകയിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മുമ്പാകെ സമർപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ യോഗങ്ങളിൽ അമിതമായ പണത്തിന്റെ സ്വാധീനവും ആർഭാടവും ഉണ്ടോ എന്ന് നിരീക്ഷിക്കും. പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അച്ചടിച്ച നോട്ടീസുകൾ, ചുവർ പരസ്യങ്ങൾ, ബാനറുകൾ, കമാനങ്ങൾ, നടത്തിയ യോഗങ്ങൾ, മറ്റു പരിപാടികൾ തുടങ്ങിയവ സംബന്ധിച്ച് ചെലവ് നിരീക്ഷകൻ പ്രത്യേക നിരീക്ഷണവും അന്വേഷണവും നടത്തും. ചെലവ് നിരീക്ഷകൻ ആവശ്യപ്പെടുമ്പോൾ അതുവരെയുള്ള കണക്കുകൾ സ്ഥാനാർത്ഥിയോ ഏജന്റോ ഹാജരാക്കണം. തെരഞ്ഞെടുപ്പ് നോട്ടീസുകളിലും ലഘുലേഖകളിലും പ്രസാധകന്റെയും പ്രസ്സുടമയുടെയും വിശദാംശം, അച്ചടിച്ച കോപ്പികളുടെ എണ്ണം മുതലായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതടക്കമുള്ള ചുമതലകൾ ചെലവ് നിരീക്ഷകൻ നിർവഹിക്കും. യോഗത്തിൽ പൊതുനിരീക്ഷകനായ PK ആസിഫ്, ചെലവ് നിരീക്ഷകരായ വിനോദ് ശ്രീധർ, മുഹമ്മദ് റിജാം, MR ധന്യ, K സുനിൽകുമാർ, തോമസ് സാമുവൽ, A നൌഷാദ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ER ജയന്തി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, RTO B ഷെരീഫ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ E ജിനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. റോഡിന്റെ ഒരു വശത്തെ ഉപരിതലം പൂർണ്ണമായും പൊളിച്ചുമാറ്റി മെറ്റലിട്ട് ഉയർത്തുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. രാത്രിയും പകലുമായാണ് പ്രവൃത്തികൾ നടത്തുന്നത്. നിലവിൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. ഇനി നിള ആശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് നടക്കുന്നത്. അഴുക്കുചാൽ നിർമ്മാണവും കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്.
പ്രവർത്തികൾ തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്കും ടൗണിൽ രൂക്ഷമാണ്. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി കയ്യേറ്റങ്ങൾ പൊളിക്കുന്നതിനെതിരെ നിലവിൽ കോടതിയിൽ പരാതി നിലനിൽക്കുന്നുണ്ട്. അതേസമയം വ്യാപാരികൾ സ്വമേധയാ സ്ഥലം വിട്ടു നൽകിയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പാടത്തെ പ്രവർത്തികളും വാടാനാംകുറിശി സ്കൂളിന് സമീപത്തെ പാടത്തെ പ്രവർത്തികളും പൂർത്തീകരിക്കാനുണ്ട്. 1 മാസത്തിനകം മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പതിനഞ്ച് മിനിറ്റ് ഇടവേളയിൽ നടത്തിയ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധനയിൽ വ്യത്യസ്ത ഫലം. മണ്ണാർക്കാട്ടെ 2 സ്വകാര്യ ലാബുകളിൽ നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത ഫലം കണ്ടെത്തിയത്. ആരോഗ്യ വകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങി ചങ്ങലേരി സ്വദേശി. ഞാൻ എന്തായാലും ആരോഗ്യവകുപ്പിന് പരാതി കൊടുക്കുകയാണ്. എന്തായാലും ഇതിൽ റിസൾട്ട് ഏതാണ് ശരി എന്നുള്ളത് അറിയണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ രണ്ടും ഇത്ര ഡിഫറൻറ്റ് വരാൻ പറ്റില്ല. 43 പോയിന്റ് ഡിഫറൻറ്റ് വരാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഒരു 10-15 പോയിൻ്റൊക്കെ വ്യത്യാസം വന്നിക്കണെങ്കിലും പ്രശ്നമല്ല. ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എന്തെങ്കിലും പ്രോബ്ലമാണെന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഇത് 43 പോയിന്റ് വ്യത്യാസം വന്ന് എന്തായാലും അത് പരാതി കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടണം. മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന 2 സ്വകാര്യ ലാബുകളിൽ നടത്തിയ രക്തപരിശോധനയിൽ പഞ്ചസാരയുടെ അളവ് വ്യത്യസ്തമായാണ് കാണിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലെ അവിശ്വസനീയത ചൂണ്ടിക്കാട്ടി ചങ്ങലേരി മല്ലി സ്വദേശി ഫസലു പടുവിലാണ് പരാതി നൽകിയത്. ബുധനാഴ്ച രാവിലെയാണ് ഫസലു രക്തപരിശോധന നടത്തിയത്. 2 ലാബിലും വ്യത്യസ്ത ഫലം വന്നതാണ് ആശങ്കയ്ക്ക് കാരണം. പരിശോധനാ ഫലം വെച്ച് മരുന്ന് കഴിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാകുമെന്ന് ഭയക്കുന്നതായും ആരോഗ്യവകുപ്പ് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും ഫസലു പറഞ്ഞു. ഞാൻ 2 മാസം കൂടുമ്പോൾ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ മണ്ണാർക്കാട് ഒരു ലാബിൽ പോയി. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു, പിന്നെ ലാബിൻ്റെ ഒന്നും ചിലപ്പോൾ ടെസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ മണ്ണാർക്കാട് ഒരു ലാബിൽ ചെക്ക് ചെയ്തു. അപ്പം തന്നെ ഒരു 5 മിനിറ്റ് ശേഷം തന്നെ തൊട്ടടുത്തുള്ള വേറെ ലാബിലും ചെക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ റിസൾട്ടിൽ നല്ല വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ 221 ഒന്നിൽ 178ആണ്. അപ്പോൾ 43 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതിൽ വിശ്വസിക്കണം, ഏതാണ് ലാബ് ശരി എന്നുള്ളതൊരു നല്ലൊരു ഡൗട്ടാണ്. അത് നമുക്ക് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പിന്നെ 2 ഇടത്ത് ചെക്ക് ചെയ്തുകൊണ്ടാണ് സംഗതി ഇത് അറിയാൻ കഴിഞ്ഞത്. അത് എത്ര പേര് ഇതേമാതിരി കുടുങ്ങുന്നത്, ഇപ്പോൾ ഏത് ലാബാണ് ഇതിൽ ശരിയെന്ന് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. അനങ്ങനടി, പാവുക്കോണം, മുണ്ടനാട്ടുകര, കുമരമംഗലം കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് 30-ന് തുടക്കമാകും. കോഴിക്കോട് ജയേഷ് ശർമ്മയാണ് ഭാഗവത ആചാര്യനെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30-ന് വൈകിട്ട് 3:30-ന് ആചാര്യവർണം യജ്ഞാചാര്യനെ പൂർണ്ണകുംഭം നൽകി ആന്തൂർ പറമ്പിൽ നിന്നും ആനയിക്കും. വൈകിട്ട് 4-ന് ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തും. മാളികപ്പുറം സിനിമാ ഫെയിം ദേവനന്ദ ഉദ്ഘാടനം ചെയ്യും. സിനിമാ സീരിയൽ താരം അമ്പിളി സോമൻ പങ്കെടുക്കും. കുമരമംഗലം ശ്രീ കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2025 നവംബർ 30-ാം തീയതി മുതൽ ഡിസംബർ 7-ാം തീയതി വരെ ഭാഗവത ആചാര്യൻ ഭാഗവത സുതാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമാജിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും നടക്കുകയാണ്. ആയതിൻ്റെ സാംസ്കാരിക സദസ്സിൻ്റെ ഉദ്ഘാടനം മാളികപ്പുറം ഫെയിം ദേവനന്ദ നടത്തുന്നതായിരിക്കും. കാർത്യായനി ദേവി പുരസ്കാരം ആത്മികാചാര്യൻ പ്രസാദ് പുളിക്കലിനും, ഭക്തപ്രിയ പുരസ്കാരം ഗായിക സുനിത നെടുങ്ങാടിക്കും, യുവപ്രതിഭ പുരസ്കാരം വയലിനിസ്റ്റ് വൈഷ്ണവ് കലാച്ചയ്ക്കും, ദേവി പ്രസാദ പുരസ്കാരം കൈപ്പഞ്ചേരി ബാലനും സമ്മാനിക്കും. ഡിസംബർ 7-ന് സപ്താഹയജ്ഞം സമാപിക്കും. ഡിസംബർ 4-ന് തൃക്കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. വൈകിട്ട് 6-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, സഹസ്രദീപം തെളിയിക്കൽ, ഭഗവത് സേവ എന്നിവയുണ്ടാകും. തുടർന്ന് അനിൽ കോട്ടപ്പുറം അവതരിപ്പിക്കുന്ന മെന്റലിസം ഷോ, ചേറമ്പറ്റ മാതൃസമിതിയുടെ നാമസങ്കീർത്തനം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാരായണൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലും അനുഗ്രഹത്തിലുമാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. 7 ദിവസങ്ങളിലായി ഈ പരിപാടികൾ വളരെ വിശിഷ്ടരായിട്ടുള്ള
ഒട്ടനവധി ആളുകൾ പങ്കെടുത്തുകൊണ്ട് സപ്താഹയജ്ഞം നടക്കുന്നു. ഡിസംബർ 4-ാം തീയതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ ദേവിയുടെ പിറന്നാൾ കൂടിയായ തൃക്കാർത്തിക മഹോത്സവം നടക്കുന്നതായിരിക്കും. അന്ന് വൈകിട്ട് ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ വെച്ച് അനിൽ കോട്ടപ്പുറം അവതരിപ്പിക്കുന്ന മെന്റലിസം ഷോ, അതേപോലെ തന്നെ ചേറമ്പറ്റ മാതൃസമിതി അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ കൂടി ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് AP ശശിധരൻ, സെക്രട്ടറി സുധീർ പടിയത്ത് പറമ്പിൽ, വൈസ് പ്രസിഡന്റ് MC അന്ത്യാളൻ, പങ്കജം D നായർ, അനിൽ കോട്ടപ്പുറം എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നവംബർ 28 വെള്ളിയാഴ്ച നടക്കും. ഗോൾഡൻ ലെഗസി എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 800ഓളം പേർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും. വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠന ചിലവ് ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം ഗോൾഡൻ ജൂബിലി വർഷത്തിലെ പ്രധാന പദ്ധതിയാണെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനേകായിരങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിലൂടെ അറിവ് പകർന്ന് പെരിന്തൽമണ്ണ നഗരത്തിൽ നിലകൊള്ളുന്ന വിദ്യാലയമാണ് പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. സുവർണ ജൂബിലി ആഘോഷ നിറവിലാണ് ഇന്ന് പ്രസന്റേഷൻ സ്കൂൾ. ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം നവംബർ 28 വെള്ളിയാഴ്ച വൈകിട്ട് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗോൾഡൻ ജൂബിലി വർഷത്തിൽ വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 50 കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുത്ത ബൃഹത് ചാരിറ്റി പ്രവർത്തനത്തിന് രൂപം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 50,000 വെച്ച് 3 ലക്ഷം രൂപ വയനാട് ജില്ലാ കളക്ടറെ കഴിഞ്ഞ മാസം ഏൽപ്പിച്ചു. ബാക്കി വരുന്ന മാതാവോ പിതാവോ നഷ്ടപ്പെട്ട 15 വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ വീതം 7.5 ലക്ഷം രൂപ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം നിക്ഷേപിച്ചു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 18 വയസ്സിന് താഴെയുള്ള 21 കുട്ടികൾ മാത്രമാണ് വയനാട് ദുരന്തത്തിലുള്ളത്. 21 കുട്ടികൾക്കും അവരുടെ പഠന ചെലവിന് ധനസഹായം നൽകാൻ സാധിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയായിട്ട് നമ്മൾ കരുതുന്നത് ഞങ്ങളുടെ ചാരിറ്റബിൾ പ്രവർത്തനമായ വയനാടിലെ മക്കൾക്ക് 50 കുട്ടികൾക്ക് ഉള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 50,000 രൂപ വെച്ചിട്ട് ഓരോ കുട്ടികളുടെയും പേരിൽ അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഓൾറെഡി 21 കുട്ടികളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. 21 പേർക്ക് ഞങ്ങൾ അത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. സിസ്റ്റേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു സമർപ്പണ ബോധവും അതുപോലെ തന്നെ പാരൻസിൻ്റെ ഡെഡിക്കേഷൻ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഈ 50 വർഷം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ 28-ാം തീയതി വരുന്ന പരിപാടി നമുക്കതിൻ്റെ സമാപനം മാത്രമല്ല അടുത്ത വർഷങ്ങളിലേക്കുള്ള തുടക്കവും കൂടിയാണ്. ഇതിനോടനുബന്ധിച്ച് സ്കൂൾ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രകൃതി ദുരന്തം അനുഭവിച്ച വയനാട്ടിലെ 50 കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസമാണ് നമ്മൾ ഏറ്റെടുത്തിരുന്നത്. നമ്മൾ ഭാഗ്യവശാൽ 50 കുട്ടികൾക്കും മാതാപിതാക്കൾ ഇല്ലാത്തവരായിരുന്നില്ല. അതിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 6 കുട്ടികൾ മാത്രമാണ് അച്ഛനമ്മമാരില്ലാതിരുന്നത്. ബാക്കിയുള്ള 15 കുട്ടികൾ അച്ഛനോ അമ്മയോ ഒരാൾ ഇരിക്കുന്ന കുട്ടികൾ, അങ്ങനെ 21 കുട്ടികൾക്കുള്ള ധനസഹായമാണ് ഞങ്ങൾ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റ് എല്ലാം ചേർന്ന് നമ്മളത് വയനാട് കളക്ടറിലേക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഞങ്ങൾ 28-ാം തീയതിയുള്ള ഞങ്ങളുടെ പ്രോഗ്രാമിലേക്കുള്ള ഞങ്ങളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരിക്കുന്ന പ്രോഗ്രാമാണ്. ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം നവംബർ 28 വൈകിട്ട് 4:30 ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് റവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മാർപ്പാപ്പയുടെ വിശിഷ്ട സന്ദേശം സിസ്റ്റർ ക്രിസ്റ്റീന ജോൺ വേദിയിൽ വായിക്കും. മദർ സുപ്പീരിയർ ജനറൽ സന്ദേശം നൽകും. ഗോൾഡൻ ജൂബിലി സൊവനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. MLA നജീബ് കാന്തപുരം, മുനിസിപ്പൽ ചെയർപേഴ്സൺ P ഷാജി, ജില്ലാ പോലീസ് ചീഫ് R വിശ്വനാഥ്, പ്രൊഫഷണൽ സുപ്പീരിയർ സിസ്റ്റർ ബിജി തോമസ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി, ആഫ്രിക്ക ട്രേസ് കൗൺസിൽ ഇന്ത്യൻ കമ്മീഷണർ വിജയാനന്ദ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT മൊയ്തു തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 800ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അരങ്ങേറും. ഏവരെയും ആകർഷിക്കുന്ന തിളക്കമാർന്ന ദൃശ്യ ശ്രവ്യ വിരുന്ന് ആസ്വാദ്യകരമാവും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളുടെ പ്രയർ ഡാൻസ്, 50ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ജൂബിലി സോങ്,
ഇതെല്ലാം ആഘോഷ ചടങ്ങിന് മാറ്റുകൂട്ടും. ഞങ്ങൾ സ്കൂളിൽ ഗോൾഡൻ ജൂബിലിയോടുകൂടി അനുബന്ധിച്ചിട്ട് നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് സൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാമാണ്. അപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പക്ഷേ എന്നുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ സ്കൂളിൽ നടക്കാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഉള്ള കുട്ടികൾ, അലുമിനിയസ്, അതുപോലെ അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ ടീച്ചേഴ്സ്, ഒരുപാട് പേര് പങ്കെടുക്കുന്ന 800 and above ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു സൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാമാണ് ഫ്രൈഡേയിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. പ്രിൻസിപ്പൽ ജസ്മി തോമസ്, പ്രധാനാധ്യാപിക പ്രിൻസി ജോസ്, മാനേജർ സിസ്റ്റർ ശാലിനി മാത്യു, PTA പ്രസിഡന്റ് അമൃത സന്തോഷ്, വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ്, പ്രോഗ്രാം കോർഡിനേറ്റർ NA ശ്രീജ, സിസ്റ്റർ ക്രിസ്റ്റീന, ലില്ലി നായർ, KS ഹരിഹരൻ, സത്താർ ആനമങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ചെർപ്പുളശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിന അനുസ്മരണം നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം E വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് A മുഹമ്മദ് മുനീർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് സെക്രട്ടറി PK സുജിത്ത്, ബ്ലോക്ക് ട്രഷറർ P കൃഷ്ണപ്രകാശൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K സച്ചിദാനന്ദൻ, A ശ്രുതി എന്നിവർ സംസാരിച്ചു. ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ഗജവീരന്മാരുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആൽത്തറയിലേക്ക് ബുധനാഴ്ച എഴുന്നള്ളിപ്പ് നടന്നു. വ്യാഴാഴ്ചയാണ് ദേശവേലകളുടെ സംഗമം. രാവിലെ 9:30 പ്രകാശൻ കണക്കിലത്തിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് രാവിലെ 10 മണിക്ക് നടുവിലാൽത്തറയിൽ ഗംഭീര ചവിട്ടുകളിയും അരങ്ങേറി. തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദഊട്ടുമുണ്ടായി. വൈകുന്നേരം 4 മണിയോടെയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ബ്രഹ്മണ ഗോവിന്ദൻകുട്ടി, പാലയ്ക്കൽ ശ്രീമുരുകൻ എന്നീ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആൽത്തറയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത്. പൂതൻ, തിറ എന്നീ കലാരൂപങ്ങൾ എഴുന്നള്ളിപ്പിന് നിറച്ചാർത്തായി. വൈകുന്നേരം 5:30 അരിയേറും നടന്നു. തുടർന്ന് 6:30 പഞ്ചവാദ്യവും രാത്രി 10 മണിക്ക് കുട്ടിച്ചാത്തൻ എന്ന നാടകവും അരങ്ങേറി. വ്യാഴാഴ്ച വൈകുന്നേരമാണ് വിവിധ ദേശവേലകളുടെ സംഗമം നടക്കുക. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. സാമ്പത്തിക ഇടപാട് രംഗത്ത് 34 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ NBFC ആയ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ ശാഖ മേലാറ്റൂരിൽ പ്രവർത്തനം തുടങ്ങി. മേലാറ്റൂർ TKB പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ശാഖ SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഇടപാട് രംഗത്തെ 34 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ NBFC ആയ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖയാണ് മേലാറ്റൂർ TKB പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഗോൾഡ് ലോണിന് 85% ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് ഇണങ്ങും വിധത്തിലുള്ള ആകർഷകമായ സേവനങ്ങളാണ് ശാഖയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ വരുന്ന NBFCയുടെ ഉദ്ഘാടനമാണ് ഇന്ന് പാണ്ടിക്കാടും മേലാറ്റൂരും നടന്നിട്ടുള്ളത്. ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത്. സ്ഥാപനം ഗോൾഡ് ലോണ് NCDകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 9:30 മണിക്ക് പാണ്ടിക്കാട് ഊട്ടി റോഡിലാണ് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീമതി സിനി പ്രസാദാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. മേലാറ്റൂർ 10:30 മണിക്കാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. 2 സ്ഥലത്തും നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആൾക്കാർക്ക് സ്നേഹഹസ്തം നമ്മൾ ഒരു സഹായനിധി വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഗോൾഡ് ലോണാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ലോണുകൾ. പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ NCDകളും സബ്ഡെറ്റുകളാണ് നമ്മൾ ഡെപ്പോസിറ്റ് സൈഡിൽ എടുക്കുന്നത്.
ഒരു ഏകദേശം 33 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷിംലയ്ക്ക് ഇപ്പോൾ ഈ 2 സ്ഥലത്തും മലപ്പുറം ജില്ലയിലെ 2 സ്ഥലത്തും നിന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ 2 സ്ഥലത്തെയും നല്ലവരായ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്ന് ഇവിടെ നിങ്ങൾക്കായി ഞങ്ങളുടെ ബ്രാഞ്ചുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും എളുപ്പത്തിൽ ഗോൾഡ് ലോൺ നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ബ്രാഞ്ചുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങളെ പ്രാർത്ഥനയും സഹായം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കുള്ള സാമ്പത്തിക സഹായം SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. ജനറൽ മാനേജർ TK സജീഷ്, ഓപ്പറേഷൻ സീനിയർ മാനേജർ M നന്ദകുമാർ, ക്ലസ്റ്റർ ഹെഡ് വിനോദ, KP ലത, ലീഗൽ ഹെഡ് അഡ്വക്കേറ്റ് രാഹുൽ, HR മാനേജർ CR നിഖിൽ, MF ഹെഡ് M സാജിദ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. മറ്റു വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏകാദശി വിളക്കിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റത്. ഉത്സവം ഡിസംബർ 2 സമാപിക്കും. നൂറുകണക്കിന് വിശ്വാസികളാണ് കൊടിയേറ്റ ചടങ്ങിന് ക്ഷേത്രത്തിലെത്തിയത്. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ ചികിത്സാ സഹായം നൽകി. ബുധനാഴ്ച രാത്രി 8-ന് നൃത്തം, വ്യാഴാഴ്ച വൈകിട്ട് തായമ്പക, ബാലെ എന്നിവയുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി, നൃത്തം എന്നിവ നടത്തും. ശനിയാഴ്ച ഉത്സവ ബലിയും ഡിസംബർ 1-ന് ഏകാദശി വിളക്കും ആഘോഷിക്കും. മണ്ണാർക്കാട് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏകാദശ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരുന്ന നിർധന രോഗികൾക്കുള്ള ധനസഹായം നൽകി. കിടപ്പ് രോഗികളായ 9 പേർക്കാണ് ധനസഹായം നൽകിയത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് മഹോത്സവത്തിന്റെ കൊടിയേറ്റിന് ശേഷമാണ് ധനസഹായ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് പ്രദേശത്തെ കിടപ്പ് രോഗികളായ 9 പേർക്കാണ് ധനസഹായം നൽകിയത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് ക്ഷേത്ര കമ്മിറ്റി വർഷങ്ങളായി നൽകുന്ന കൈത്താങ്ങ് വളരെ വലുതാണെന്നും ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും ഉദ്ഘാടകൻ അജിത് പാലാട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതുപോലെ ഈ ഏകാദശി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസത്തിൽ തുടക്കം തന്നെ കൊടിയേറ്റ ദിവസം തന്നെ കഴിഞ്ഞ 8-9 വർഷമായി ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ട്, പല രീതിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് പല രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ അവരെ തിരഞ്ഞുപിടിച്ച് അവരിലേക്ക് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് ഈ കമ്മിറ്റിയിൽ ഞാനിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ കഴിഞ്ഞ 8-9 വർഷമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഡോക്ടർ പ്രസിഡന്റായിരുന്നു. ആ ഒരു സമയത്താണ് വേറൊരു അമ്പലത്തിൽ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഡോക്ടറോട് ജസ്റ്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, വേറൊരു അമ്പലത്തിൽ ഇങ്ങനെ ഒരു സഹായനിധി അല്ലെങ്കിൽ പരസ്പര സഹായം ചെയ്യുന്നൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു സമയത്ത് ഡോക്ടർ ചെല്ലുകയുണ്ടായി. ആ സമയത്ത് ഡോക്ടർക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ ഇത് തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കളത്തിൽ ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ ശിവദാസൻ, ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി കേശവദാസ്, വൈസ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ, ഡോക്ടർ സതീഷ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലിപ്പറമ്പ് കുമ്പമ്പാറയിൽ നിർമ്മിക്കുന്ന സഹ്റ ബദുൽ ഗേൾസ് ഹിഫ്ലുൽ ഖുറാൻ കോളേജ് കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. OMS ഇസ്മായിൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. ആലിപ്പറമ്പ് കൂമ്പമ്പാറ കണക്കഞ്ചേരിയിലെ സൈദലവി ഹാജി നഗറിൽ അൽഖൈർ ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിൽ നടത്തിവരുന്ന സ്ഥാപനമാണ് സഹ്റ ബത്തൂൽ ഗേൾസ് ഹിഫ്ലുൽ ഖുറാൻ കോളേജ്. കോളേജിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുഖ്യ രക്ഷാധികാരി OMS ഇസ്മായിൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ നിർവഹിച്ചു. ചെയർമാൻ സയ്യിദ് OMS തങ്ങൾ നിസാമി മേലാറ്റൂർ അധ്യക്ഷത വഹിച്ചു. OMS മുസ്തഫ പൂക്കോയ തങ്ങൾ, OMS സൈനുൽ ആബിദീൻ തങ്ങൾ സെഞ്ചരി, OMS ഹാരിസ് തങ്ങൾ മാഹിരി,
OMS ഹാഷിം തങ്ങൾ ഹുദവി, OMS ആഷിഫ് തങ്ങൾ, AK സിദ്ദിഖ് ഫൈസി, K ബാപ്പുട്ടി ഹാജി, വീരാൻകുട്ടി ഹാജി, K യൂസുഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുസുമദ്, അഷ്കർ നെല്ലിപ്പറമ്പ്, K റഷീദ്, K അഷ്റഫ്, CP അഷ്റഫ് മൗലവി, TK താണിപ്പ ഹാജി, K അബ്ദുട്ടി ഹാജി, K സുബൈർ, TK ഹംസ, TK നാസർ, K ഹംസ, C അബ്ദുൽ ഗഫൂർ വാഫി, K അബ്ദുൽ ജലീൽ, റഷീദ് ഹാജി, സുബൈർ ഫൈസി, KT ഷമീർ അമ്മിനിക്കാട്, N ഉസ്മാൻ മുസ്ലിയർ എന്നിവരും പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ യാത്ര സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെ അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ TP ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KK ജഫർ, വോളണ്ടിയർ സെക്രട്ടറി VT അബ്ദുൾ ഹസീബ്, KS അഖിൽ കൃഷ്ണ, V വിഷ്ണു, P ജുമാന തസ്മീം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കടമ്പുഴിപ്പുറത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ കള്ളപ്രചാരണവും ഫോം വിതരണം നടത്തി വോട്ട് തട്ടാൻ CPM ശ്രമമെന്ന് BJP. ഇതിനെതിരെ പരാതി നൽകുമെന്ന് നേതാക്കൾ. BJP ആരോപണം തള്ളി CPM. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജനോപകാരപ്രദമായ പദ്ധതികളിലെ അസ്വസ്ഥതയാണ് ആരോപണത്തിന് പിന്നിലെന്നും CPM നേതാക്കൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ അതിന് ശക്തിയുള്ളൂ എന്നും KPCC പ്രസിഡന്റ്. പെരിന്തൽമണ്ണ നഗരസഭ 33-ാം വാർഡിൽ ഇത്തവണ സ്മൃതിമാരുടെ മത്സരം. UDF-നും LDF-നും വേണ്ടി വാർഡിൽ മത്സരിക്കുന്നത് ഒരേ പേരിലുള്ള സ്ഥാനാർത്ഥികൾ. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം. പട്ടാമ്പിയിൽ BSNL ഓഫീസിലേക്ക് CITU മാർച്ച്. തൊഴിലാളി കർഷക ദ്രോഹ ലേബർ കോഡുകളാണ് നടപ്പാക്കിയതെന്ന് നേതാക്കൾ. പട്ടാമ്പി ടൗൺ നവീകരണം പ്രവൃത്തികൾ പുനരാരംഭിച്ചു. മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയാണ് പ്രവൃത്തികൾ. ഒരു മാസത്തിനകം മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.